കഴിഞ്ഞ 12-ാം തീയതി വൈകിട്ട് ഒരു 7 മണിയോട് അടുപ്പിച്ച് നമ്മുടെ പാലാ രൂപതയുടെ മുന്നിൽ വെച്ചിട്ടൊരു വൈദികനെ വാഹനം ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ആക്സിഡൻറ്റിൽ പെട്ട ഒരു വൈദികനായിരുന്നു. പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ വെച്ച് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിന് നല്ല പരിക്കുണ്ടായിരുന്നു. വാഹനം കിട്ടിയില്ല. അപ്പോൾ അത് പലതരത്തിൽ പല രീതിയിലുള്ള പല ആളുകൾ അത് ടേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്ന് മുതൽ വളരെ ശ്രമകരമായിരുന്നു. ഞങ്ങൾ ഈ CCTV വിഷ്വൽസ് എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് സംഭവിച്ച ആ സമയം ഏകദേശം ഇരുട്ട് സമയമായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ ബോർഡ് ലൈറ്റുകൾ ഉള്ളത് കാരണം ഈ വണ്ടി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു വേഗമായിട്ട് ഒരു ലാൻസർ കാറാണെന്ന് തോന്നിയിരുന്നു. പുറകോട്ടുള്ള വിഷ്വൽസ്, വണ്ടി വന്ന സൈഡിലോട്ടുള്ള വിഷ്വൽസ് നോക്കിയപ്പോൾ 1-2 ക്യാമറകൾ മാത്രമേ കിട്ടിയത്, അതിന് പുറകോട്ട് കിട്ടുന്നത്. അപ്പോൾ വളരെ ഇതായിട്ട് പിന്നീട് ഞങ്ങൾ വാഹനം പോയതിന് ശേഷം അതിൻ്റെ മുന്നോട്ടുള്ള വിഷ്വൽസ് എടുത്ത് അങ്ങനെയാണ് അതിന്ന് ട്രേസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മുത്തോലി സ്വദേശിയായ ഒരാൾ ഓടിച്ചിരുന്ന വാഹനമാണ്. അപ്പോൾ അതിന് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ഇറങ്ങിയപ്പോഴാണ് ഈ പാലാ നഗരത്തിലെ പല CCTVകളും വർക്കിംഗ് അല്ല. അപ്പോൾ അത് പോലീസിൻ്റെ പ്രവർത്തനത്തിന് മാത്രമല്ല, അത് നമ്മുടെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് പലയിടത്തും CCTV ഉണ്ടെങ്കിലും ഇന്ന് ഈ ഒരു ആസ്പെക്റ്റുമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ പല CCTVകളും വർക്കിംഗ് അല്ല. അത് നമ്മളെ ഒരു കുറച്ച് ഡിലേ ഉണ്ടായതിൻ്റെ കാരണങ്ങളിലൊന്നതാണ്. അതിപ്പം അതായത് കൺസേൺഡ് അതോറിറ്റീസിൻ്റെ അടുത്ത് അതിൻ്റെ ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികൾ അവരുടെ ഒരു സഹകരണം കൂടി. കാരണം നമ്മൾ അവരുടെ സേഫ്റ്റി മാത്രമല്ല, കാരണം പബ്ലിക്കിൻ്റെ ഒരു സേഫ്റ്റിക്ക് കൂടെ ഒരു ക്യാമറ റോഡിലോട്ട് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതുപോലുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മാത്രമല്ല, മോഷണമായാലും മറ്റേ തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുന്നതിനും അത് തടയുന്നതിനും ഒക്കെ ഒരു ഇതാണ് CCTV ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനെല്ലാം അവർക്ക് നമുക്കൊരു നോട്ടീസ് നൽകുന്നുണ്ട്. പ്രവർത്തിക്കാത്തത് CCTV പ്രവർത്തന സജ്ജമാക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഏതായാലും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നതിൽ നിന്നും നമ്മളിപ്പം ഒന്ന് ഇതായിരിക്കുകയാണ്. ആക്ച്വലായിട്ടുള്ള ഓടിച്ച ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. മറ്റു തരത്തിലുള്ള അദ്ദേഹത്തോടുള്ള പേഴ്സണൽ റിവെഞ്ചോ കാര്യങ്ങളൊന്നുമല്ല. ആക്സിഡൻ്റലായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അത് ആ സ്ഥലത്ത് ചിലപ്പം നിർത്തിയാൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവും എന്നുള്ള, പിന്നെ ഈ വാർത്തകളൊന്നും പത്രങ്ങളൊന്നും വായിക്കുന്ന ഒരു നേച്ചറുള്ള ആളല്ല അദ്ദേഹത്തിനത്. ഈ വാർത്തകൾ വന്നതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അപ്പോൾ ഇന്ന് വണ്ടി സീസ് ചെയ്തിട്ടുണ്ട്.